കേരളം മയക്കുമരുന്നിന്റെ ഹബ്ബായി മാറുന്നു. വ്യഭിചാരവും തോന്നിവാസവും വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. ചാടിപ്പോകൽ ഒരു വിഷയമല്ലാതായിത്തീരുന്നു. മാതാപിതാക്കളെ ഭത്സിക്കുന്നത് മനുഷ്യരുടെ സ്ഥിരം സ്വഭാവമായി മാറുന്നു. പലരും സെലിബ്രിറ്റികളാവുന്ന വൃത്തികേട് കാണിച്ചിട്ടാണ്. ആലുവക്കാരിയാവുന്ന ഒരു പെൺകുട്ടിയും താമരശ്ശേരിക്കാരിയാവുന്ന മറ്റൊരു പെൺകുട്ടിയും നിങ്ങളുടെ ചിന്തയിലേക്ക് വരുന്നുണ്ടാകും. ഇന്നവർ ഇന്ത്യയിൽ തന്നെ ലെസ്ബിയൻ വിവാഹത്തിന്റെ ഐക്കണാണ്. അവരുടെ മുമ്പിൽ ഇന്റർവ്യൂക്ക് വേണ്ടി വ്ളോഗർമാര് അപ്പോയിന്റ്മെന്റിന് കാത്തു നിൽക്കുകയാണ്. എന്നിട്ട് അവസരം കിട്ടുമ്പോഴെല്ലാം അത്ര വലുതാക്കി, അത്ര ആരോഗ്യം പ്രദാനം ചെയ്ത് വിദ്യാഭ്യാസം നൽകിയ മാതാപിതാക്കളെ ഭത്സിച്ചു കൊണ്ടിരിക്കുന്നു. പ്രസവിച്ചിട്ടാ പോരാ, സ്വാതന്ത്ര്യം വേണമെന്നാണ് അവസാനത്തെ ഇന്റർവ്യൂയിൽ ആ പെൺകുട്ടികൾ പറഞ്ഞത്. ആ സ്വാതന്ത്ര്യം മാതാപിതാക്കൾ തടഞ്ഞു വെച്ചു അത്രേ. ആ സ്വാതന്ത്ര്യം മാതാപിതാക്കൾ തടഞ്ഞു വെച്ചു എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. സൗദിയിലാണ് അവർ +2 വരെ പഠിച്ചത് രണ്ടുപേരും. സൗദിയിൽ വലിയ എക്സ്പ്രസ് വേകളുടെ മുന്നിലൂടെ പല ആവശ്യങ്ങൾക്ക് വേണ്ടി ആ മാതാപിതാക്കൾ ഇവരുടെ കയ്യും പിടിച്ച് നടക്കുമ്പോൾ ബാല്യകാല കുസൃതിയുടെ ഭാഗമായി ഉമ്മയുടെ കൈ വിടുവിച്ചിട്ട് ആ റോട്ടിലേക്കൊന്ന് ഓടിപ്പോകാൻ ഈ കുട്ടികൾ തീരുമാനിച്ച സന്ദർഭത്തിൽ ഉമ്മ എങ്ങാനും സ്വാതന്ത്ര്യം കൊടുക്കണ്ടേന്ന് കരുതിയിട്ട് കൈ വിട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് ഉമ്മനെ വഴക്ക് പറയാൻ ഈ 2 സാധനങ്ങൾ ഉണ്ടാവാതെ വരുമായിരുന്നു. അങ്ങനെ എല്ലാ അർത്ഥത്തിലും മനുഷ്യനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുക. കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന ഒരു ട്രെൻഡാണ് വിവാഹ വിരുദ്ധത. നല്ലൊരു ശതമാനം പെൺകുട്ടികൾക്ക് കല്യാണം വേണ്ടെന്ന് തീരുമാനം വരുന്നു. എന്തിനാ കല്യാണം എന്നവർ ആലോചിക്കുക? എന്തിനാണ് കല്യാണം എന്നവർ ആലോചിച്ചു കൊണ്ടേയിരിക്കുന്നു. എന്നിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചാൽ മതി എന്നവർ തീരുമാനിക്കുന്നു. ഫെമിനിസം മുമ്പേ പറഞ്ഞതാണ് കല്യാണം പാടില്ലെന്ന്. കല്യാണം കൊണ്ടാണ് കുടുംബജീവിതം ഉണ്ടാകുന്നത്. കുടുംബജീവിതം സംവിധാനിക്കപ്പെട്ടത് കൊണ്ടാണ് സ്ത്രീ പീഡിപ്പിക്കപ്പെടുന്നത്. ഇങ്ങനെയാണ് അവരുടെ സമവാക്യം. ലോക ചരിത്രത്തിൽ 1-ാം മനുഷ്യൻ മുതൽ ഇതുവരെയും കുടുംബജീവിതം എന്ന മഹത്തായ സംവിധാനം നിലനിന്നു വന്നു എന്ന കാര്യം അവർ വിസ്മരിക്കാൻ ശ്രമിക്കുന്നു. എന്നിട്ട് കുടുംബജീവിതത്തിൽ നിന്ന് മാറ്റുകയാണ്. അപ്പോഴും ലിബറലിസം കടന്നു വരും. നീ നല്ല ഡ്രസ്സൊന്നും ഇടണ്ടെന്ന് പറയും. എന്തിനാ നിനക്കൊരു സ്ഥിരം ഭർത്താവ് എന്ന് പറയും. ഇതിലൊക്കെ പാവപ്പെട്ട പെൺകുട്ടികൾ വീണു പോകുന്നു. എന്നിട്ട് അവർ പലരെയും ആശ്വസിപ്പിക്കാൻ വേണ്ടി ഡ്രസ്സ് നേരിയത് മാത്രം ധരിക്കുന്നു, ബാക്കിയുള്ളതൊക്കെ അഴിച്ചിടുന്നു. എന്താ പറയണത്? ഞങ്ങളുടെ സ്വാതന്ത്ര്യമാണത് എന്നാണ് പറയണത്. ഈ താന്തോന്നിത്തത്തിന്റെ പേരാണ് ലിബറലിസം. നമ്മുടെ ഡ്രസ് കോഡ് തീരുമാനിക്കുന്നത് നമ്മളല്ലാതെ വരുന്നത് എന്തുമാത്രം വിഡ്ഢിത്താണ്. നമ്മൾ എന്ത് കഴിക്കണം, എന്ത് ചിന്തിക്കണം, ഏത് രീതിയിൽ വളരണം, നമ്മുടെ ആറ്റിറ്റ്യൂഡുകൾ എങ്ങനെയാവണം, നമ്മുടെ ഹോബികളും ഹാബിറ്റുകളും എന്താവണം, ഇതൊക്കെ നമുക്ക് തീരുമാനിക്കാൻ കഴിയണം. പക്ഷെ ഇന്ന് അങ്ങനല്ല സംഭവിക്കുന്നത്. പലരും തീരുമാനിക്കുന്നു, നമ്മളെ അതിൽ പിടിച്ചു കെട്ടിക്കൊണ്ടിരിക്കുന്നു. എങ്ങനെയാണ് ധാർമ്മികത പുലരുക ലോകത്ത്? എങ്ങനെയാണ് കേരളം ഇനിയും മാതാപിതാക്കളെ മാനിക്കുന്ന സ്റ്റേറ്റായി മാറുക? സാധ്യമല്ലെന്ന് പലരും പ്രവചിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളത് വിട്ടുകൊടുക്കാൻ പാടില്ല. ഈ സാസിലെ മുതാലിമീങ്ങളെ ശ്രദ്ധിക്കുക. അവരുടെ ഉസ്താദ് ജസ്റ്റ് വേറൊരു ഉസ്താദിനെ സ്വീകരിക്കാൻ വേണ്ടി എഴുന്നേറ്റ് നിന്നപ്പോ നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, അവരൊക്കെ എഴുന്നേറ്റ് നിന്നു. ആരും അവരോട് അങ്ങനെ പറഞ്ഞിട്ടില്ല. പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ ആക്ഷം കാണിച്ചിട്ടില്ല. അവരുടെ ഉസ്താദ് അവരോടൊന്ന് പൊങ്ങുമെന്ന് പറഞ്ഞിട്ടേ ഇല്ല. അവരുടെ ഉസ്താദ് എഴുന്നേൽക്കുന്നു, പിന്നെ അവർക്ക് എഴുന്നേൽക്കാതിരിക്കാൻ പറ്റാതെ വരുന്നു. കരിയലൊഴിച്ചിട്ട് അധ്യാപകനെ ഘോരവ വിളിക്കുന്നില്ല. അവർ അധ്യാപകനോട് പുറത്തങ്ങോട്ട് ഇറങ്ങട്ടെ, തട്ടിക്കളയും, എനിക്ക് അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ടെന്ന് അവർ പറയണില്ല. അവർ ആത്മീക കാര്യങ്ങൾ പഠിക്കുന്നു, അതോടൊപ്പം ഭൗതികമായ വിഷയങ്ങളിൽ പരമാധിപതിക്കപ്പുറം പഠനം നടത്തുന്നു. ഈ ഒരു തലത്തിലേക്ക് നമ്മുടെ മക്കളെ കൊണ്ടുവരുന്നില്ലെങ്കിൽ, എല്ലാവരും മുത്താലിമകളാവാന്നല്ല ഞാൻ പറയണത്, അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു മഹാഭാഗ്യമാണ്, അത് മറ്റൊരു കാര്യം. മതത്തെ മതമായി ഉൾക്കൊള്ളാനും ഭൗതിക ജീവിതത്തിന്റെ അലങ്കാരങ്ങളെ അவ்விധം മാത്രം സമീപിക്കാനും നമ്മുടെ മക്കൾക്ക് പാഠം ലഭ്യമാകണം. അല്ലെങ്കിൽ അവരെ നിയന്ത്രിക്കുന്നത് അവരല്ലാതെയായിത്തീരും. നമ്മൾ ആലോചിച്ച് നോക്ക്. വളാഞ്ചേരിക്കാരനാകുന്ന ഒരു ചെറുപ്പക്കാരൻ കേരളത്തിലെ പ്രമുഖമായ ഒരു ചാനലിൽ വന്ന് അരമണിക്കൂറിലേറെ ഇന്റർവ്യൂ നൽകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. 23 വയസ്സ് വരെയും ആ ചെറുപ്പക്കാരൻ സിഗരറ്റ് പോലും ഉപയോഗിച്ചിട്ടില്ലായിരുന്നു, ഒരു പ്രാവശ്യം പോലും. പിന്നെ കൂട്ടുകാരെല്ലാവരും ചേർന്ന് നമുക്കൊന്ന് യാത്ര പോവല്ലേ എന്ന് ചോദിച്ചു. അങ്ങ് അകലേക്കൊന്നുമല്ല, മാജിക് മഷ്റൂം തിന്ന് 24 മണിക്കൂർ ബോധം കെട്ട് കിടക്കാൻ ഊട്ടിയിലേക്കുമല്ല, നമ്മുടെ കോഴിക്കോട്ടേക്ക്, നമ്മുടെ കോഴിക്കോട് കടപ്പുറത്തേക്ക്.
കടലും കണ്ടിരിക്കുമ്പോൾ കാറ്റും കൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ കൂട്ടുകാരൻ വെറുതെ ഒരു പ്രലോഭനം മുന്നോട്ട് വെക്കുന്നു. ഒരു ചെറിയ സാധനം ഉണ്ട്, അതൊന്ന് ഉപയോഗിച്ച് വെക്ക്, നല്ല ഉഷാറുണ്ടാവും. നിസാം എന്ന ചെറുപ്പക്കാരൻ അതിൻ്റെ അപകടം തിരിച്ചറിയുന്നു, എനിക്ക് വേണ്ട എന്ന് പറയുന്നു. പക്ഷെ അവരുടെ സ്നേഹപൂർവമായ പ്രലോഭനം, നിർബന്ധം, ഒരൊറ്റ പ്രാവശ്യം ഉപയോഗിച്ചത് കൊണ്ട് എന്താണ് എന്നുള്ള പ്രലോഭനം, നല്ല ധൈര്യം കിട്ടും, നീ എന്തിനാ ഇതിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നത് എന്നുള്ള അവരുടെ നിരന്തരമായ മോട്ടിവേഷൻ. ജീവിതത്തിന്റെ ദുർബലമായ ആ ഒരു നിമിഷത്തിൽ നിസാം ആ സാധനം വാങ്ങി ഉപയോഗിക്കുകയാണ്. ഞാൻ ആ കുട്ടിയുടെ പേര് പറയുന്നത് യഥാർത്ഥ പേര് തന്നെ. അവൻ പറയുന്നുണ്ട്, എൻ്റെ പേര് അങ്ങനെ തന്നെ കൊടുക്കണം, മാറ്റി കൊടുക്കരുത്. എൻ്റെ മുഖം സ്ക്രീനിൽ കാണുമ്പോൾ മായ്ച്ചിടരുത്, എൻ്റെ ഒറിജിനൽ സ്വരൂപം കാണണം. കാരണം ഏതെങ്കിലും ഒരാൾക്ക് 4 കാലിൽ മാത്രം നടക്കാൻ കഴിയുന്നവർക്ക്, കഷ്ടിച്ച് 3 വർഷം മാത്രം ജീവിച്ചാൽ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകാനിരിക്കുന്നവർക്ക്, സിന്തറ്റിക് രാസമരുന്നുകൾ കൊണ്ട് മാത്രം വയലന്റ് ആവാതെ പിടിച്ചു നിൽക്കാൻ കഴിയുന്നവർക്ക് ഞാനൊരു പാഠമാകണം എന്നാണ് ആ കുട്ടി പറയണത്. ആ ഒരൊറ്റ ഉപയോഗത്തോടു കൂടെ MDMAക്ക് അഡിക്റ്റ് ആകുന്നു ആ ഒരു ചെറുപ്പക്കാരൻ. പിന്നെ നിരന്തരം അത് ഉപയോഗിക്കണം, ഓരോ ദിവസവും ക്വാണ്ടിറ്റി കൂട്ടിക്കൊണ്ടുവരണം. ആദ്യം കിട്ടിയ പൈസക്കല്ല പിന്നെ കിട്ടുക. ഇവൻ അതിന്റെ കഠിനമായ അഡിക്റ്റ് ആകുമ്പോൾ അവർ തോന്നിയ വില പറയും, പക്ഷെ വാങ്ങാതെ കഴിയില്ല. 24 മണിക്കൂർ ആകുമ്പോഴത്തേന് കാല് വറക്കും, തല വറക്കും, തല ചുമരിനിടിക്കും, ബ്ലീഡിങ് വരുന്നത് നക്കി കുടിക്കും. 4 ഘട്ടങ്ങളാണ് ഇതിനുള്ളത്. ആദ്യ ഘട്ടത്തിൽ ഭയങ്കരമായ ധൈര്യമായിരിക്കും, എന്തിനും ധൈര്യം. രണ്ടാമത്തെ ഘട്ടത്തിൽ ഗംഭീരമായ ദുഃഖത്തിലേക്ക് അത് വഴിമാറും, എപ്പോഴും ദുഃഖിച്ചിരിക്കും, വിഷാദം കൊണ്ട് പൊറുതിമുട്ടും. മൂന്നാമത്തെ ഘട്ടത്തിൽ വയലന്റ് ആകും, എന്തിനേയും എതിർക്കും, നല്ല ഇഷ്ടമുള്ള പെൺകുട്ടികളെ, സ്വന്തം കുട്ടികളെ, പേരക്കുട്ടികളൊക്കെ ആക്രമിക്കും. 4ാമത്തെ ഘട്ടത്തിലെത്തുമ്പോഴേക്ക് എല്ലാത്തിനെയും പേടി തുടങ്ങും. കാക്കി ഷർട്ടിട്ടൊരു ഓട്ടോറിക്ഷക്കാരനെ കണ്ട ഇതേ പോലീസ് പിടിക്കാൻ വരുന്നു എന്ന് വിചാരിക്കും. 2 ആളപ്പുറം നിന്ന് സംസാരിക്കുന്നത് കേട്ടാൽ എന്നെ പിടിക്കാൻ വേണ്ടി പോലീസിന് വിളിച്ചു പറയാനുള്ള പദ്ധതി തയ്യാറാക്കുകയാണെന്ന് തെറ്റിദ്ധരിക്കും. ഇനി എന്റെ മുന്നിൽ ഒരൊറ്റ മാർഗം, മരണം, മരണം, മരണം. ആത്മഹത്യയിലേക്ക് എത്തുന്നു. എത്ര ആയിരം ചെറുപ്പക്കാർ. ആദ്യ ഘട്ടത്തിൽ ഫ്രീക്കന്മാർ എന്ന പേര് നമ്മൾ ഒഴിച്ചു നിർത്തുന്ന കുറെ ആളുകളുണ്ട്. ലിബറലിസത്തിന്റെയും നവയുക്തിവാദത്തിന്റെയും സ്വാധീനം ഈ തലമുറയെ എത്രമേൽ മാരകമായി ഉപദ്രവിക്കുന്നു എന്നതിന്റെ സൂചനയാണ് ഞാൻ പറയുന്നത്.